മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫ് മലയോര സമര പ്രചരണ യാത്ര ഈ മാസം 25-ന് തുടങ്ങുമെന്ന് യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ പി.ടി. മാത്യു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് കരുവഞ്ചാലിൽ കെ.സി. വേണുഗോപാൽ എം.പി. ഉദ്ഘാടനം ചെയ്യും. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ എം.പി. അധ്യക്ഷനാകും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, യു.ഡി.എഫ് കൺവീനർ എം.എം. ഹസൻ, വിവിധ ഘടകകക്ഷി നേതാക്കളായ മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി.പി. ജോൺ, കെ.സി. ജോസഫ്, സജീവ് ജോസഫ്, സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. യാത്ര 25-ന് കരുവഞ്ചാലിൽ ആരംഭിച്ച് 27-ന് 3 മണിക്ക് ആറളത്തെയും വൈകിട്ട് 5 മണിക്ക് കൊട്ടിയൂരിലെയും സ്വീകരണ കേന്ദ്രങ്ങൾ കഴിഞ്ഞ് സമരപ്രചരണ യാത്ര വയനാട്ടിലേക്ക് യാത്ര തിരിക്കും. കാർഷിക മേഖലയിൽ വന്യമൃഗശല്യവും ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും കാരണം ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ തയ്യാറാകണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു.ഡി.എഫ് സംസ്ഥാന കമ്മിറ്റിയാണ് ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂരിൽ നിന്നും മലയോര സമര പ്രചരണ ജാഥ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ യു.ഡി.എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരി, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം.എൽ.എ, റോജസ് സെബാസ്റ്റ്യൻ എന്നിവരും പങ്കെടുത്തു. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന വളരെ ഗൗരവപൂർണമായ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിരവധിയായ സമരപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് കൃഷിക്കാരുടെ മേൽ ഇടുത്തി പോലെ വനനിയമ ഭേദഗതിയുമായി പിണറായി സർക്കാർ രംഗത്ത് വന്നത്. ആ സാഹചര്യത്തിലാണ് യു.ഡി.എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു ദിവസം മുഴുവൻ എറണാകുളത്ത് ചേർന്ന് മലയോര ജാഥയും തീരദേശ സമരജാഥയും നടത്താൻ തീരുമാനിച്ചു. പക്ഷെ പെട്ടെന്ന് ഈ വനനിയമം ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ തലത്തിൽ നിന്നുള്ള ശക്തമായ എതിർപ്പും പ്രതിഷേധവും ഉയർന്നു വന്നു. കർഷക സംഘടനകൾ മാത്രമല്ല, യു.ഡി.എഫും ഇതര മതസംഘടനകളുമൊക്കെ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും യു.ഡി.എഫ് ശക്തമായി ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമരരംഗത്ത് വരാൻ തീരുമാനിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരല്പം പെട്ടെന്ന് തന്നെ മലയോര സമര ജാഥ നടത്താൻ യു.ഡി.എഫ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കഴിഞ്ഞ 2-3 വർഷക്കാലമായി പ്രത്യേകമായി അധികരിച്ചു വരുന്ന വന്യമൃഗശല്യം, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, ബഫർ സോൺ പോലെയുള്ള നിയമങ്ങൾ, ഇപ്പോൾ കേരള വനനിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൻ്റെ മലയോര മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലെ പൊതുവായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുഖ്യധാരാ പ്രസ്ഥാനങ്ങളും മുന്നണി നേതൃത്വങ്ങളും മുൻകാലങ്ങളിൽ സംസ്ഥാനതല ജാഥകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അനുസ്മരിക്കുന്നു. അത്തരം ജാഥകൾ നടക്കുന്നുണ്ടെങ്കിലും വളരെ ഫോക്കസ്ഡായിട്ടുള്ള മലയോരത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ ആഴത്തിലും പരപ്പിലും സർക്കാരിനെ ബോധ്യപ്പെടുത്തുക, ആ പ്രശ്നങ്ങളെ കൂടുതൽ മനസ്സിലാക്കി ആ സമരത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നിലപാടുകളെ തിരുത്തിക്കുന്നതിന് വേണ്ടി ഒരു ശാക്തീകരണം കൂടിയാണ് ഈ സമരത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംസ്ഥാനതല ജാഥ മലയോര മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു മുന്നണി നേതൃത്വം സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് തന്നെ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു മുഖ്യധാരാ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ തന്നെ നേതൃത്വം നേരിട്ട് ഒരു മലയോരത്ത് നടത്തുന്ന ഒരു ജാഥ എത്രമാത്രം കർഷകരോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. ഇവിടെ വനനിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കം തന്നെ ഒരു സമാന്തര സർക്കാരായി നമ്മുടെ വനം വകുപ്പിനെ മാറ്റാനുള്ള നീക്കമാണ്. ഇപ്പോൾ തന്നെ വനം വകുപ്പ് ആരുടെയും നിയന്ത്രണത്തിൽ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ അധികാരങ്ങൾ, അമിതാധികാരങ്ങൾ നൽകിക്കൊണ്ട് ഏതൊരു കർഷകനെയും ഒരു ബീറ്റ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്ന വിധത്തിലേക്ക് നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് 1961 നിയമത്തെ മാറ്റാൻ വേണ്ടി സർക്കാർ നടത്തിയ ശ്രമം, അതിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സമര പ്രഖ്യാപനം തന്നെ നടത്തിയത്. ഈ മലയോര ജാഥ പ്രഖ്യാപിച്ചത്. ഈ ജാഥയുടെ ഒന്നാമത്തെ വിജയമാണ് ആ ഭേദഗതി ഈ നിയമസഭാ സമ്മേളനത്തിൽ ഒഴിവാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനമെന്ന് നമുക്കറിയാം. ഈ സമ്മേളനത്തിൽ ആ ഭേദഗതി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമരം 1-ാം ഘട്ടത്തിൽ തന്നെ വിജയിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന മറ്റ് പ്രശ്നങ്ങളും വളരെ ഗുരുതരമാണ്. വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള വയനാട് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലെയും പ്രശ്നങ്ങളെ അതീവ ഗൗരവത്തോടെ ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇത് ഉപകരിക്കും. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്.
അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.